കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ഡയഗ്രാം പഠിച്ചാലോ? ഇവിടെ തന്നിട്ടുള്ളത് എന്താ? എംബ്രിയോ ഡെവലപ്മെന്റ് പ്രോസസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓവറിയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് ഓവം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഓവറിൽ നിന്നും ഓവം ഉണ്ടാവുന്ന പ്രോസസ്സിനെ ഒവ്യൂലേഷൻ അല്ലെങ്കിൽ അണ്ടോത്സർജനം എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഓവം അല്ലെങ്കിൽ അണ്ടം റിലീസ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പോകും. ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് സ്പേം വന്ന് അവർ രണ്ടുപേരും കൂടെ ഫോം ചെയ്ത് ഫ്യൂഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഉണ്ടാവുന്നത് എന്താ? സൈഗോട്ടാണ് അല്ലെങ്കിൽ സിക്താണ്ഡമാണ്. അത് പിന്നെ റാപ്പിഡ് ഡിവൈഡ് ചെയ്യും. 1 2 1 2 4 അങ്ങനെ ഡിവിഷൻ ഒക്കെ നടന്ന് തുടർച്ചയായ കോശ വിഭജനവും ഭ്രൂണവികാസവും വഴി എന്തുണ്ടാവുന്നു? മോറുല ഉണ്ടാവുന്നു. ഈ മോറുല പിന്നെ വന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നു. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് നമ്മുടെ ഉദരാശയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗർഭാശയത്തിന്റെ യൂട്രൈൻ വോളിൽ വന്ന് പറ്റിപ്പിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിക്കുന്ന പ്രോസസ്സിനെ ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് തന്നെ നമ്മൾ പറയും. ഇത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ്. ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന, അതായത് മെയിൽ ആയിട്ടുള്ള സ്പേമും നമ്മുടെ ഫീമെയിൽ ഗമീറ്റ് ആയിട്ടുള്ള എഗ്ഗും രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് എന്താണ് ഫോം ചെയ്യുന്നത് അതിന്റെ പേര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ see you soon. Bye bye.